സംസ്ഥാനത്തെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ട് പുതിയ സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രാ പദ്ധതി വലിയ ചർച്ചകൾക്കും പുതിയ തർക്കങ്ങൾക്കും വഴി തുറക്കുകയാണ്. അടുത്ത മാസം അതായത് ജൂൺ 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം ഒരു വശത്ത് വലിയ ജനപ്രീതി നേടുമ്പോൾ മറുവശത്ത് സ്വകാര്യ ബസ് വ്യവസായ മേഖലയെ ഇത് കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായും തകരുമെന്നാണ് ഉടമകളുടെ വാദം. സർക്കാരിന്റെ ഏകപക്ഷീയമായ ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളുടെ തീരുമാനം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ യാത്രക്കാർ ആശ്രയിക്കുന്ന സ്വകാര്യ ബസ് വ്യവസായം നിലവിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ധനവില വർധനവ്, ഇൻഷുറൻസ് തുകയിലെ വർധനവ്, ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയ കനത്ത ചെലവുകൾക്കിടയിലാണ് ഇടുത്തി പോലെ പുതിയ പ്രഖ്യാപനം വരുന്നത്. യാത്രാ സൗജന്യം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സ്വകാര്യ ബസ് മേഖലയിലെ പ്രതിനിധികളുമായി സർക്കാർ യാതൊരുവിധ കൂടിയാലോചനയും നടത്തിയിട്ടില്ല എന്നാണ് ഉടമകൾ കുറ്റപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ ബസ് യാത്രക്കാരിൽ വലിയൊരു പങ്കും സ്ത്രീകളാണ്. ജൂൺ 15 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരാനിരിക്കെ KSRTCയിൽ ഇവർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് സ്വകാര്യ ബസ്സുകളിലെ കളക്ഷനെ ദോഷകരമായി ബാധിക്കും. KSRTC സർവീസുകൾ ഉള്ള റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. സ്വകാര്യ ബസ് മേഖലയെ കൂടി സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പൊതുഗതാഗത നയമാണ് സർക്കാർ ആവിഷ്കരിക്കേണ്ടതെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഒരു വിഭാഗത്തിന് മാത്രം ആനുകൂല്യം നൽകുമ്പോൾ വലിയൊരു മോട്ടോർ വ്യവസായ മേഖലയെയും അതിനെ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് തൊഴിലാളി കുടുംബങ്ങളെയും പട്ടിണിയിലാക്കുമെന്ന യാഥാർത്ഥ്യം സർക്കാർ കാണാതെ പോകരുതെന്നാണ് ഉടമകൾ ഓർമ്മിപ്പിക്കുന്നത്. നിലവിലെ ഗുരുതരമായ സാഹചര്യവും തങ്ങളുടെ ആശങ്കകളും സർക്കാരിനെ നേരിട്ടറിയിക്കാൻ സംയുക്ത ബസ് ഉടമകളുടെ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും നേരിൽ കണ്ട് നിവേദനം നൽകും. വ്യവസായം തകരാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സർക്കാർ അടിയന്തര പാക്കേജുകൾ പ്രഖ്യാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. റോഡ് നികുതിയിൽ വലിയ തോതിലുള്ള ഇളവുകൾ അനുവദിക്കുക, പെർമിറ്റ് ഫീസുകൾ പുതുക്കുന്നതിനും ഈടാക്കുന്നതിനും സബ്സിഡി ഏർപ്പെടുത്തുക, ഡീസൽ സബ്സിഡി പോലുള്ള ഇതര ആനുകൂല്യങ്ങൾ സ്വകാര്യ ബസ്സുകൾക്ക് ലഭ്യമാക്കുക എന്നിവയാണ് സ്വകാര്യ ബസ് ഉടമകൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. KSRTCക്ക് സർക്കാർ നൽകുന്നത് പോലെയുള്ള സാമ്പത്തിക പിന്തുണയോ നികുതി ഇളവുകളോ തങ്ങൾക്കും ലഭിച്ചില്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നാണ് ഉടമകൾ പറയുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് മോട്ടോർ വ്യവസായ മേഖല നൽകുന്നത്. ആദ്യഘട്ടത്തിൽ സൂചനാ സമരം നടത്തുന്നതിനെ കുറിച്ചും തുടർന്ന് അനിശ്ചിതകാല സർവീസ് ബഹിഷ്കരണത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചും സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സ്കൂൾ കോളേജ് അധ്യയന വർഷം ആരംഭിക്കുന്ന ജൂൺ മാസത്തിൽ തന്നെ ബസ് ഉടമകൾ സമരത്തിലേക്ക് നീങ്ങിയാൽ അത് പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും കടുത്ത ദുരിതത്തിലാക്കും. അതിനാൽ ജൂൺ 15 പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപായി സർക്കാർ ബസ് ഉടമകളുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമോ അതോ പ്രഖ്യാപനവുമായി മുന്നോട്ടു പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഗതാഗത രംഗത്ത് വലിയൊരു പ്രതിസന്ധിക്ക് ഈ തീരുമാനം കാരണമായേക്കുമെന്നാണ് രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകരും വിലയിരുത്തുന്നത്.